ഇന്ത്യ അതേപോലെ തന്നെ ഫർട്ടിലൈസർ മേടിച്ചുകൊണ്ട് യൂറിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് ചൈന ഇതങ്ങ് ബ്ലോക്ക് ചെയ്തു. മനസ്സിലാക്കുക, ഇത് മറ്റുള്ള രാജ്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് വളരെ ദൂരേന്ന്. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ സപ്ലൈ ചെയ്ത ഭാഗമായിട്ട് നേരത്തെയുള്ള കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനങ്ങളിന് ഷിപ്മെൻ്റായിട്ട് പല രാജ്യങ്ങളിലോട്ട് പോകുന്നത്. ആ ചെയിൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. അതിന് പ്രശ്നമുണ്ട്. ഈ ക്രൂഡ് ഓയിൽ പോലെ അല്ല ഈ ഫർട്ടിലൈസറുമായി ബന്ധപ്പെട്ട് അത്രമാത്രമേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് ഈ പറയുന്ന പല രാജ്യങ്ങൾക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ട് ഗ്രാജുവൽ പ്രോസസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് അവിടുന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന സംഭവം നടക്കുന്ന കാര്യമല്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഫർട്ടിലൈസർ, അതേപോലെ തന്നെ കെമിക്കൽസ്, ഒരു പാരസെറ്റമോൾ, ചെറിയൊരു ഗുളികയാണ് പാരസെറ്റമോൾ പനിക്കൊക്കെ കഴിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ലോകത്ത് ഫാർമ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഇന്ത്യ മാനുഫാക്ചറും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് 60% കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ കെമിക്കലാണ്. ഈ 60% കെമിക്കൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. 100% കെമിക്കലാണ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷനെയും ബാധിക്കും. അതായത് ഇന്ത്യയിൽ പോലും ഈ പറയുന്ന ഈ ഗുളികകൾ, അതായത് ടാബ്ലറ്റ്സ്, മെഡിസിൻ, അതിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. ഇതൊന്നും ഹ്യൂജ് സ്റ്റോക്സ് ഒന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. ഗ്രാജുവലായിട്ട് ഇങ്ങനെ പ്രോസസ്സ് വരും. ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ഈ സപ്ലൈ ചെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ചൈന അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം അവരത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങൾക്കുള്ള സപ്ലൈ ചെയിൻ അവർ ചെറിയ റേഷൻ രീതിയിലാണ് കൊടുക്കുന്നത്. കെമിക്കൽസ് ആണെങ്കിൽ പോലും ഇന്ത്യയിലോട്ടുള്ള യൂറിയ കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയ്തു, കെമിക്കൽസും ബ്ലോക്ക് ചെയ്തു ഇപ്പോഴത്തെ എമർജൻസി സാഹചര്യം. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താ? അപ്പോൾ ഇന്ത്യയും അതിൻ്റെ ഈ അറബ് രാജ്യങ്ങളെ പോലെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. തായ്വാൻ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളും സ്റ്റേക്ക് ഹോൾഡറാണ്. ഇവിടൊക്കെ എനർജി വേണം, കെമിക്കൽ വേണം, ഫെർട്ടിലൈസർ വേണം. ഈ സംഭവങ്ങളിലൊക്കെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. അപ്പം എങ്ങനെയാണ് ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡർ? അതേപോലെ ഏകദേശം 85 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗൾഫ് മേഖല എന്ന് പറയുന്നത്. കഴിഞ്ഞ 40 ദിവസം കൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് കാണുന്നവരുണ്ട്, നിങ്ങളുടെ ലൈഫിനെ ഇത് ബാധിച്ചിട്ടുണ്ട്.